കൈരളി തിയേറ്ററിന് മുമ്പിലെ ഈ നീണ്ട ക്യൂവിൽ പിന്നിലായി നിൽക്കുന്ന ഈ താടിക്കാരനെ പലരും തിരിച്ചറിഞ്ഞെന്ന് വരില്ല. എന്നാൽ ക്യാമറ MJ രാധാകൃഷ്ണൻ എന്ന പേര് വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ കയ്യടിയുടെ മേളമാണ്. അത്രയധികം സുപരിചിതമാണ് ചലച്ചിത്രമേളയിലെ പ്രതിനിധികൾക്ക് MJ രാധാകൃഷ്ണൻ എന്ന പേര്. ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന 5 ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചത് ഒരാൾ തന്നെ എന്നത് ഒരു റെക്കോർഡ് തന്നെയാണ്. ഇതിനു മുമ്പേയും ഗോവയിലും ഒരു ഫെസ്റ്റിവലിന് 5 സിനിമ ഉണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം. ഇപ്പോഴും നമുക്ക് അന്നേരം നമ്മൾ ചെയ്യുന്ന വർക്കിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്കുകൾ കൂടുതലുണ്ടാകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത്തവണത്തെ IFFKയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇടം പിടിച്ച ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത കാട് പൂക്കുന്ന നേരം, മലയാള സിനിമ എന്നീ വിഭാഗത്തിൽ TV ചന്ദ്രൻ സംവിധാനം ചെയ്ത മോഹവലയം, ജയൻ ചെറിയാൻ സംവിധാനം ചെയ്ത കബോർഡ് എസ്കേപ്സ്, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും, നടി കൽപ്പനയുടെ ഓർമ്മയ്ക്കായി പ്രദർശിപ്പിക്കുന്ന തനിച്ചല്ല ഞാൻ എന്നീ ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് MJ രാധാകൃഷ്ണനാണ്. സമാന്തര സിനിമകളോട് കൂടുതൽ ഇഷ്ടം പ്രകടിപ്പിക്കുകയും അത്തരം ചിത്രങ്ങളിൽ ക്യാമറയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ക്യാമറമാനാണ് MJ രാധാകൃഷ്ണൻ. ചലച്ചിത്രമേളയിലെ ലോകോത്തര സിനിമകൾ പ്രതിനിധികളിൽ ഒരാളായി ക്യൂ നിന്ന് കണ്ട് പക്ഷേ MJ രാധാകൃഷ്ണൻ മടങ്ങുക കൂടുതൽ മികച്ച ദൃശ്യങ്ങൾ പകർത്താനുള്ള മനസ്സുമായാണ്. മഹേഷ് ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.